നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷനിൽ മാലിന്യ നീക്കത്തിനായി പുതിയ സംവിധാനം. ഹൈഡ്രോളിക് എക്സ്കവേറ്ററിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും താക്കോൽദാനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി. മോഹനൻ നിർവഹിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ അപമാനിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി മാർച്ച്. ഡോക്ടറെ സർവീസിൽ നിന്നും നീക്കണമെന്ന് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ. 6 കിലോയിലധികം കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. പിടിയിലായത് ഇളയാവൂരിലെ വീട്ടിൽ നിന്ന്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിൽ. വാർത്തകളിലേക്ക്. കണ്ണൂർ കോർപ്പറേഷൻ മാലിന്യ നീക്കം ത്വരിതപ്പെടുത്തുന്നതിനായി പുതിയ ഹിറ്റാച്ചി ഹൈഡ്രോളിക് എക്സ്കവേറ്ററും JCB മണ്ണുമാന്തി യന്ത്രവും എത്തി. ഇവയുടെ താക്കോൽ കോർപ്പറേഷൻ ഓഫീസ് വളപ്പിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി. മോഹനൻ ഏറ്റുവാങ്ങി. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ചിലവിൽ ഹൈഡ്രോളിക് എക്സ്കവേറ്ററും 42 ലക്ഷം രൂപ ചിലവിൽ JCB ബാക്ക് ഹോൾ ലോഡറും എന്നിവയുമാണ് വാങ്ങിയത്. ഇവ എത്തിയതോടുകൂടി കോർപ്പറേഷൻ പരിധിയിലെ മാലിന്യ നീക്കം കൂടുതൽ സുഗമമാക്കുന്നതിന് സഹായകരമാകും. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ഷമീമ ടീച്ചർ, MP രാജേഷ്, അഡ്വക്കേറ്റ് P. ഇന്ദിര, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു ഇളയാവൂർ, കൗൺസിലർമാരായ PK സജേഷ് കുമാർ, PV ജയസൂര്യൻ, KV അബ്ദുൾ റസാഖ്, PV കൃഷ്ണകുമാർ, S. ഷഹീദ, ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CK വിനോദ്, കടൂർ സെയിൽസ് കോർപ്പറേഷൻ മാനേജിംഗ് പാർട്ണർമാരായ T. മുഹമ്മദ് മുനീർ, T. മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ 22ാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ PP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ, കാഡറ്റ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ എന്ന് പറയുന്നത്, കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ ഉള്ളതാണ്. അതുപോലെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കേരള കരാട്ടെ അസോസിയേഷൻ്റെ ജില്ലാ ബോഡിയാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ചെയ്യുന്നത് 22ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ്. അതിൽ വിവിധ കാറ്റഗറികളിലായിട്ട് ഏകദേശം 800-നടുത്ത് കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. ഒരുപാട് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒഫീഷ്യലായിട്ടുള്ള ചാമ്പ്യൻഷിപ്പാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്ന് മത്സരിച്ചിട്ട് മെഡൽ നേടിപ്പോകുന്ന ഒരു വേദിയാണിത്. കരാട്ടെ നമ്മൾ സാധാരണ കളരി പഠിക്കാൻ വർഷങ്ങളോളം എടുക്കും. അപ്പോൾ കരാട്ടേക്കും അത്ര തന്നെ സമയം വേണോ അതോ അതിനേക്കാളും കുറച്ച് മതിയോ? അത് മാത്രമല്ല, നമുക്ക് കളരി ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരീരം മുഴുവൻ മെയ്വഴക്കം എന്നുള്ള രീതിയിലേക്ക് പോകും. കരാട്ടെ എങ്ങനെയാണ്? കരാട്ടയും ഏകദേശം അതുപോലെ തന്നെയാണ്. കുറേ വർഷങ്ങളുടെ ട്രെയിനിങ്ങും പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ കരാട്ടെ ഒരു പൂർണ്ണമായ രീതിയിൽ നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കരാട്ടനെ കുറിച്ച് സാധാരണ പറയുന്നത് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കരാട്ടേനെ കൊണ്ട് ഉദ്ദേശിക്കണേ. കരാട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആയുധമില്ലാത്ത കൈ എന്നാണ്. നമ്മുടെ കൈകാലുകളെ ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കരാട്ടെ. അപ്പോൾ ഒരു ആയുധമാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, കുറേ സമയം എടുക്കും. അപ്പോൾ ഇതിനും എന്തായാലും ഒരു മിനിമം ഒരു 3 years എങ്കിലും ഒരു പ്രോപ്പർ ഒരു കരാട്ടെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരോ കുട്ടികളുടെയും ഓരോരോ ആൾക്കാരുടെ മനസ്സ് പോലെ ഇരിക്കും. ഇതിന് പ്രത്യേകിച്ച് പ്രായമില്ല, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ പഠിക്കാം. ചില പ്രായക്കാർ കുറച്ച് അധികം സമയം എടുക്കും, ചിലവർ കുറച്ച് സമയത്തിൽ തന്നെ പഠിക്കും. അത് ഫുൾ ബോഡി വർക്കൗട്ട് തന്നെയാണ്. നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെയാണ് കരാട്ടെ. സെൽഫ് ഡിഫെൻസും ആയി, നമ്മുടെ ഫിറ്റ്നസ്സും ആയി, ബാക്കി എല്ലാ സ്പോർട്സുമായി 3 രീതിയിൽ നമുക്കിതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ ഗ്രൗണ്ട് എക്സസൈസ് ആണോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എക്സസൈസ് എല്ലാം ഉണ്ട്. ഗ്രൗണ്ട് എക്സസൈസ് ഉണ്ട്, നമ്മൾ സ്പെയറിങ് ചെയ്യുന്നുണ്ട്, കത്ത പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ആണ് മെയിൻ. നമ്മൾ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സസൈസ് ചെയ്തിട്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ കിഹോൺസ് തുടങ്ങുക, അതായത് നമ്മുടെ ബേസിക്സ്, കരാട്ടെ ബേസിക്സ് തുടങ്ങുക. പിന്നെയാണ് ഒരു കോമ്പറ്റീഷനിലേക്ക് പോവുക. ഇതിൻ്റെ പ്രധാനമായിട്ടിതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആയുധമാക്കാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുൾ ബോഡി വർക്കൗട്ട് തന്നെയാണ്. ഗ്രൗണ്ട് എക്സസൈസ് ഉണ്ട്, നമുക്ക് ഓട്ടോ ഉണ്ട്, അജിലിറ്റി ട്രെയിനിങ് ഉണ്ട്, എൻഡ്യൂറൻസ് ട്രെയിനിങ് ഉണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കരാട്ടെ ക്ലാസ്സിൽ ഉണ്ട്. അത് എന്തായാലും നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ? പെൺകുട്ടികളോട് പറയാനുള്ളത് നിർബന്ധമായിട്ടും കരാട്ടെ എന്നല്ല, ഏതെങ്കിലും ഒരു ആയോധനകല കയ്യിലുണ്ടായിരിക്കണം. എപ്പോഴും നമ്മുടെ കൂടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ അച്ഛനോ ആരും ഉണ്ടാവില്ല.
നമ്മുടെ സ്വയം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു 20 വർഷത്തിന് മേലെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്കും കുറേ പെൺകുട്ടികളാണ്, ഞാനും കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പയ്യന്നൂരാണ് സ്ഥലം. അപ്പോൾ ഞാനും എല്ലാ പെൺകുട്ടികളോടും പറയാറുണ്ട്, കരാട്ടെ തന്നെ പഠിക്കണം എന്നല്ല, ഏതെങ്കിലും മാർഷൽ ആർട്സ് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കരുത്തെങ്കിലും ഇത് നമുക്ക് നേടിത്തരും, അത് ഷുവറാണ്. ചടങ്ങിൽ നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കുട്ടികളെയും അനുമോദിച്ചു. ഏറ്റവും നല്ല രീതിയിൽ നോക്കിക്കാണുന്നത് ഈ ജില്ലയ്ക്ക് ഈ അസോസിയേഷന് വലിയ ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള CSPയുടെ തെളിയിക്കുന്നതാണ് ഈ സമ്മാനം. ഒരു സംസ്ഥാന ദേശീയ മത്സരങ്ങൾ കണ്ണൂരിൽ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ തമ്മിലും മത്സരത്തിൻ്റെ സ്വഭാവവും പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാക്കാൻ. പയ്യന്നൂർ സ്വദേശികളായ ആര്യ, നിവേദ്യ, നന്ദന, അരുണിമ, ജയറാം എന്നിവരെയാണ് ആദരിച്ചത്. സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് 14 ജില്ലയിൽ നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. 750-800 കുട്ടികളോളം പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് റഫറീസ് ആൻഡ് ജഡ്ജസിനെ വേറെ ജില്ലകളിൽ നിന്ന് റഫറീസ് ആൻഡ് ജഡ്ജസിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ നടക്കുന്നത്. കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് KJ ബേബി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ RC ചെയർമാൻ പ്രശാന്ത് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുശ്ശേരി സാഹിത്യവേദി ആഭിമുഖ്യത്തിൽ മുകുന്ദൻ കാഞ്ഞിരോട് അനുസ്മരണവും സുവനീർ പ്രകാശന ചടങ്ങും സംഘടിപ്പിച്ചു. SNDP ഹാളിൽ നടന്ന ചടങ്ങ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനവും പ്രകാശനവും നിർവഹിച്ചു. NPR മുട്ടന്നൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരനും ഞാനും കൂടി കണ്ണൂർ സാഹിത്യവേദി സ്ഥാപിക്കുന്നു. പ്രസിഡന്റ് NPR മുട്ടന്നൂർ, സെക്രട്ടറി അതുമായിരുന്നു. 10-40 വർഷം അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ വെച്ച് സാംസ്കാരിക പരിപാടികളും കവികാതി സമ്മേളനവും മറ്റു പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് 40 വർഷം പ്രവർത്തിക്കാൻ സാധിച്ചു. നോവലിസ്റ്റ് അംബുജം കടമ്പൂർ സുവനീർ ഏറ്റുവാങ്ങി. പ്രശസ്ത സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EV സുഗതൻ, K വല്ലി ടീച്ചർ, ഭാഗ്യശീലൻ ചാലാട്, A രഘു മാസ്റ്റർ, ജമാൽ കണ്ണൂർ സിറ്റി, ഡാങ്കെ പൂക്കാട്, അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പേരാവൂരിൽ വാറ്റ് കേന്ദ്രം തകർത്ത് 200 ലിറ്റർ വാഷും 35 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി. വെള്ളർവള്ളി തുള്ളാംപോയിൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ചാരായം വാറ്റാനുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ AK വിജേഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. രഹസ്യവിവരത്തെ തുടർന്ന് ഞായറാഴ്ച പകൽ വെള്ളർവള്ളി തുള്ളാംപൊയിൽ ഭാഗത്തു നടത്തിയ പരിശോധനയിലാണ് വൻ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി തകർത്തത്. റെയ്ഡിൽ 200 ലിറ്റർ വാഷും 35 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആൾതാമസമില്ലാതെ വിജനമായ പ്രദേശമായ ഇവിടെ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലാണ് വാഷും ചാരായവും സൂക്ഷിച്ചിരുന്നത്. മേഖലയിൽ ചാരായം ഒഴുക്കുവാനുള്ള വൻ പദ്ധതിയാണ് റെയ്ഡിൽ തകർന്നത്. ചാരായ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ AK വിജേഷിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ MP സജീവൻ തരിപ്പ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബാബുമോൻ ഫ്രാൻസിസ്, സിവിൽ എക്സൈസ് ഓഫീസർ V സിനോജ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കോർപ്പറേഷനിൽ മാലിന്യ നീക്കത്തിനായി പുതിയ സംവിധാനം. ഹൈഡ്രോളിക് എക്സ്കവേറ്ററിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും താക്കോൽദാനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ അപമാനിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി മാർച്ച്. ഡോക്ടറെ സർവീസിൽ നിന്നും നീക്കണമെന്ന് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ. 6 കിലോയിലധികം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് ഇളയാവൂരിലെ വീട്ടിൽ നിന്ന്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിൽ. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം.
മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കാറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744323436. വാർത്തയിലേക്ക്. കാസർഗോഡ് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനികളെ അപമാനിച്ച തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വി അഭിലാഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ജില്ലാ ആരോഗ്യവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KGNA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനീഷ് P. തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. നടപടിയുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം പഠിക്കുന്ന 3 വർഷത്തെ കാലയളവിൽ മൊത്തമായും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്ന വിദ്യാർത്ഥികളാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളെ പോലെ അല്ല. ഫുൾ ടൈം ആശുപത്രികളിൽ പണിയെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. KGSNA ജില്ലാ പ്രസിഡന്റ് PP അഞ്ജന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഏഞ്ചൽ ജോഷി, ജിതിൻ പാറാൽ, ജിബിൻ ഗംഗാധരൻ, AP അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഡോക്ടർ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ നഴ്സിംഗ് സ്റ്റുഡൻസിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി, പെരുമാറുകയുണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡോക്ടർ പീഡിയാട്രിക് കൺസൾട്ടൻ്റ് ആണ്.
അപ്പോൾ ഡോക്ടർ സാധാരണ പീഡിയാട്രിക് OP ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഇല്ല. ഇത് ഡോക്ടർ വേറെ ചോദിച്ച് അവിടെ പോസ്റ്റിങ്ങിനായിട്ട് ആവശ്യപ്പെട്ട് മേടിക്കുകയും ഞങ്ങൾ 4 സ്റ്റുഡൻസിന് അവിടെ പോസ്റ്റിംഗ് ആയിട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ അവരോട് വളരെ മോശമായി പെരുമാറുകയും കുട്ടികൾക്ക് വളരെ മാനസികപരമായിട്ട് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതിനെ തുടർന്ന് പ്രിൻസിപ്പാളിന് പരാതി കൊടുക്കുകയുണ്ടായി. പ്രിൻസിപ്പാളിന് പരാതി കൊടുത്ത് പ്രിൻസിപ്പാൾ അത് നേരെ DMOയെ അറിയിക്കുകയുണ്ടായി. DMO നടത്തിയ അന്വേഷണത്തിൽ ഇത് തെളിയുകയും ഡോക്ടർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കാസർഗോഡ് ജില്ലാശുപത്രിയിലേക്കും അതേ തുടർന്ന് മട്ടന്നൂർ CHSയിലേക്കും ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടായി. അതിനെ തുടർന്ന് പിന്നെ ഡോക്ടർ നേരെ സ്കൂളിനെ സമീപിച്ചതിന് ശേഷം ഡോക്ടർക്ക് അവരുടെ അന്വേഷണത്തിലും ഡോക്ടറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിയുകയുണ്ടായി. ഇതിന് ശേഷമാണ് ഡോക്ടർ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഇപ്പോൾ ഡോക്ടർക്ക് അവിടത്തേക്ക് പിന്നെയും പോസ്റ്റിംഗ് ആയിട്ട് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സ്റ്റുഡൻറ് നഴ്സിംഗ് അസോസിയേഷൻ ഒരു ആരംഭം എന്ന നിലയിൽ 18 നഴ്സിംഗ് സ്കൂളുകളിലും ഇന്ന് ഇത്തരത്തിലൊരു മാർച്ച് DMO ഓഫീസിലേക്ക് നടത്തുന്നത്. KV ഹരികൃഷ്ണൻ, ചൈതന്യ മനോജ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഏഞ്ചൽ ജോളി മാർച്ചിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കണ്ണൂരിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കരുതൽ കസ്റ്റഡിയിൽ. പഴയങ്ങാടിയിൽ വച്ചാണ് KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കിയത്. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുഹൈൽ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീബ്, KSU ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മുബാസ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അർഷാദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജനാധിപത്യ വിശ്വാസവും പൗരബോധവും മുറുകെ പിടിക്കുന്ന പൊതുസമൂഹമാണ് കേരളത്തിന്റെ കരുത്ത് എന്ന് പലരും ചൂണ്ടിക്കാണിക്കാറുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നവകേരള സദസ്സിന്റെ 2ാമത്തെ ദിവസവും കണ്ട ജനപങ്കാളിത്തം. കാസർഗോഡ് ചെങ്കള മുതൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവ് വരെ വടക്കേയറ്റത്തെ ജില്ലയിലെ യാത്ര പൂർത്തിയാക്കുമ്പോൾ ഒരു മഹാജനമുന്നേറ്റ സദസ്സായി ഈ യാത്ര ഉയർന്നു എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾ കേവലം കേൾവിക്കാരായി ഇരിക്കുകയല്ല ഇവിടെ. ഓരോരുത്തരും തങ്ങളുടെ സജീവമായ ഇടപെടൽ ഉറപ്പാക്കിക്കൊണ്ട് ഇതോടൊപ്പം ചേരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാർ വെച്ചത് 1,41,257 വീടുകളാണ്. ഇതില് 15,518 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ലൈഫ് മിഷൻ തകർന്നു എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ലക്ഷ്യമിട്ടതിലും ഇരട്ടി വീടുകളുടെ നിർമ്മാണം നടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം. എല്ലാവരും സുരക്ഷിതമായ പാർപ്പിടത്തിൽ ജീവിക്കണമെന്ന ലക്ഷ്യബോധമാണ് ലൈഫ് മിഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. പൈവെളികയിൽ ശനിയാഴ്ച റെക്കോർഡ് സൃഷ്ടിച്ച ജനാവലിയാണ് ഉദ്ഘാടന പരിപാടിക്ക് എത്തിയതെങ്കിൽ ഇന്നലെ ആദ്യദിന പര്യടനത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. സർക്കാർ പറയുന്നത് കേൾക്കാനും നാടിന്റെ പുരോഗതിക്കായി സ്വന്തം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പങ്കുവയ്ക്കാനും ഉത്സാഹപൂർവ്വം വന്നുചേർന്ന കാസർഗോഡ് ജില്ലയിലെ ജനാവലി കേരളത്തിന്റെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ മാതൃകയായി വർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ പുരോഗതിക്കായി കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നവകേരള സദസ്സ് പകരുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നല്ലൊരു ഭാഗം വിവിധ ക്ഷേമ പെൻഷൻ വിതരണത്തിനാണ് ചിലവഴിക്കുന്നതെന്ന് മുൻ മന്ത്രി EP ജയരാജൻ. കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജവഹർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്വർണ്ണപ്പതക്ക വിതരണവും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുടെയും ഇതര ആനുകൂല്യങ്ങളുടെയും വിതരണ ചടങ്ങും EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻപിൽ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാഹരിക്കുന്നു. കേരളത്തിന് സാമ്പത്തിക സ്രോതസ് വളരെ കുറവാണെങ്കിലും ആസൂത്രണം കൊണ്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ദാരിദ്ര്യം ഇവിടെ അറിയാത്തത്. ദരിദ്രരുടെ എണ്ണം സംസ്ഥാനത്ത് ഏറ്റവും കുറവാണ്. ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും EP ജയരാജൻ പറഞ്ഞു. ആ നിലയിലേക്ക് കേരളത്തെ ഉയർത്തണം. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള മൗലിക സാഹചര്യം ഒരുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA നിർവഹിച്ചു. കണ്ണൂരിലെ MLA നടക്കുന്ന നിരവധി പരിപാടികളും സംഘാടനങ്ങളും പരിപാടികളുണ്ട്. പക്ഷേ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വിഷയമായതുകൊണ്ട്
നമ്മൾ പ്രിയപ്പെട്ട മക്കൾക്കുള്ള ആനുകൂല്യങ്ങളുടെയും ആദരവിൻ്റെയും വിതരണമായതുകൊണ്ടാണ് ഇവിടെ തിരിച്ചറിഞ്ഞത്. അത് ഞാനും അതിൻ്റെ ഔപചാരിക മറ്റൊരു മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ടതാണ് ഈ സംവിധാനം. നിങ്ങൾക്കറിയാം, ചരിത്രം നിങ്ങൾക്കറിയാം. ചടങ്ങിൽ ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. KP സഹദേവൻ, N ചന്ദ്രൻ, NV ചന്ദ്രബാബു, K മനോഹരൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, T ശങ്കരൻ, KV സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ പ്രചരണ ബോർഡുകളിൽ 18 മന്ത്രിമാർ മാത്രം. കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളിലാണ് 3 മന്ത്രിമാരുടെ ഫോട്ടോ ഒഴിവാക്കിക്കൊണ്ട് 18 മന്ത്രിമാരുടെ മാത്രം ഫോട്ടോകൾ വെച്ച് ബോർഡുകൾ സ്ഥാപിച്ചത്. കോൺഗ്രസ് എസ് നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിയോജക മണ്ഡലമായ കണ്ണൂരിലാണ് 100 കണക്കിന് പ്രചരണ ബോർഡുകൾ 3 മന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ ഫോട്ടോകളാണ് ബോർഡുകളിൽ ഇല്ലാത്തത്. ഇത് CPM അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ചർച്ചയായി. സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ 3 മന്ത്രിമാരുടെ ഫോട്ടോകൾ ഒട്ടിച്ച് വിവാദത്തിൽ നിന്നും തലയൂരാനും ശ്രമം നടന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കോർപ്പറേഷനിൽ മാലിന്യ നീക്കത്തിനായി പുതിയ സംവിധാനം. ഹൈഡ്രോളിക് എക്സ്കവേറ്ററിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും താക്കോൽദാനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ അപമാനിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി മാർച്ച്. ഡോക്ടറെ സർവീസിൽ നിന്നും നീക്കണമെന്ന് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ. 6 കിലോയിലധികം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് ഇളയാവൂരിലെ വീട്ടിൽ നിന്ന്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിൽ. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ 20 കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ.
MMR Catering and Events, Kannur. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events, Kannur. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744323436. വാർത്തയിലേക്ക്. കണ്ണൂരിൽ നിന്നും കഞ്ചാവ് പിടികൂടി. എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലിയത്തും സംഘവും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇളയാവൂർ ഭരതക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. മുണ്ടയാട് സ്വദേശികളായ രഞ്ജിത്തിനെയും മുഹമ്മദ് ഷാനിഫിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 6 കിലോയിലധികം കഞ്ചാവ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ കയ്യിൽ നിന്നും വാഹനത്തിൽ നിന്നുമായി 6.185 കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. കണ്ണൂർ ടൗൺ ഭാഗത്ത് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ യുവാക്കൾ. മുമ്പും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായ പ്രതികൾ. പിടിയിലായ രഞ്ജിത്ത് തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ MDMA കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതിയാണ്. മുഹമ്മദ് ഷാനിദ് കാപ്പ പ്രകാരം നാട് കടത്തിയ പ്രതിയുമാണ്. കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ MDMA പിടിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് പ്രതി പിടിയിലാകുന്നത്. മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനവും തൊണ്ടി മുതലും കസ്റ്റഡിയിലെടുത്ത് കേസ് കണ്ണൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കണ്ണൂർ JFCM ഫസ്റ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടർ നടപടികൾ വടകര NDPS കോടതിയിൽ നടക്കും. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു KD, പ്രിവന്റീവ് ഓഫീസർ ബിജു CK, പ്രിവന്റീവ് ഓഫീസർ ദിനേശൻ PK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിഷാദ് CH, രഞ്ജിത് കുമാർ, സജിത് M, ഗണേഷ് ബാബു, ഷൈമ KV, സീനിയർ എക്സൈസ് ഡ്രൈവർ അജിത് C എന്നിവരുമുണ്ടായിരുന്നു. ലജ്ന ഇമായില്ല അൽസലാമ ഐ ഹോസ്പിറ്റൽ അഡ്വാൻസ് ആൻഡ് എത്തിക്കൽ, കണ്ണൂർ കിംസ് ആശുപത്രി, അബറ്റ് S അൽസലാമ കണ്ണാശുപത്രി, ജീവൻ ഡയഗ്നോസ്റ്റിക് സെന്റർ കടലായി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച കടലായി സൗത്ത് UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ സ്ത്രീകൾക്ക് മാത്രമായി കൗൺസിലിംഗ് ക്ലാസ് നടത്തി. സൈക്കോളജിസ്റ്റ് ഡോക്ടർ സഫൂറ ഷെഫി കൗൺസിലിംഗ് ക്ലാസ് നടത്തി. കാര്യങ്കണ്ടി തറവാട് വൈഷ്ണവ ഗുരുദേവി നാഗസ്ഥാനം ആരൂഢ വാർഷിക മഹോത്സവം നടന്നു. ഞായറാഴ്ച മാന്താട്ടിൽ ഹരിപ്രസൂനന്റെ കാർമ്മികത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ നടന്നത്. കാര്യങ്കണ്ടി തറവാട് വൈഷ്ണവ ഗുരുദേവി നാഗസ്ഥാന ആരൂഢ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മാന്താട്ടിൽ ഹരിപ്രസൂൺ അവറുകളുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും ഗുരുപൂജ, ദേവി പൂജയും നടന്നത്. കൂടൻ ഗുരുക്കന്മാർ കാവിലെ പവിത്രൻ കോമരത്തിന്റെ കാർമ്മികത്വത്തിൽ നാഗപൂജയും നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി ഇസ്കോൺ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനവും നടന്നു. കേരള സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർ ലൈബ്രറി ഹാളിൽ ചേർന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കെ ബാലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫാസിൽ മുരിങ്ങോളി അധ്യക്ഷത വഹിച്ചു. CP അഷ്റഫ്, CK സുജിത്ത്, ഡോക്ടർ സജി വർഗീസ്, ദാവൂദ് പാനൂർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ഘടകം ഭാരവാഹികളിൽ പ്രസിഡന്റായി CP അഷ്റഫിനെയും സെക്രട്ടറിയായി ഡോക്ടർ സജി വർഗീസിനെയും തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികളായി കോർഡിനേറ്റർ CK സുജിത്ത്, ട്രഷറർ മനോജ്, ലത കീഴൂർ, വൈസ് പ്രസിഡന്റ് ജലീൽ ചക്കാലക്കൽ, ബാബുരാജ് മലപ്പട്ടം, സരിത കാവുമ്പായി, ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ജില്ലാതലത്തിൽ എന്റെ കേരളം എന്ന വിഷയത്തിൽ നടത്തിയ കവിതാ മത്സരത്തിൽ ബാബുരാജ് മലപ്പട്ടം 1ാം സ്ഥാനവും സീനത്ത് TN 2ാം സ്ഥാനവും പങ്കിട്ടു. ഇനി വാണിജ്യം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ സോഫ്റ്റ് ലോഞ്ച് കണ്ണൂരിൽ നടന്നു. എക്സോറ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് U മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
കളക്ഷനിലെ വൈവിധ്യം കൊണ്ടും വിലക്കുറവിന്റെയും സേവനത്തിന്റെയും സവിശേഷതകൾ കൊണ്ടും ഉത്തര മലബാറിലെ ജനങ്ങൾക്ക് ഇഷ്ടങ്ങൾ നൽകി ജനഹൃദയത്തിൽ ഇടം നേടിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ സോഫ്റ്റ് ലോഞ്ചാണ് കണ്ണൂരിൽ നടന്നത്. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഈ 7ാമത്തെ ഷോറൂം ഡിസംബർ മാസത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5655, പവന് 45,240 രൂപ, വെള്ളി 79 രൂപ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നവംബർ 23 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് വീശുന്ന ശക്തമായ വടക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ചില ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നിങ്ങനെ 5 ജില്ലകളിലാണ് അലർട്ടുള്ളത്. 22-ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 23-ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കോർപ്പറേഷനിൽ മാലിന്യ നീക്കത്തിനായി പുതിയ സംവിധാനം. ഹൈഡ്രോളിക് എക്സ്കവേറ്ററിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും താക്കോൽദാനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി. മോഹനൻ നിർവഹിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ അപമാനിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി മാർച്ച്. ഡോക്ടറെ സർവീസിൽ നിന്നും നീക്കണമെന്ന് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ. 6 കിലോയിലധികം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് ഇളയാവൂരിലെ വീട്ടിൽ നിന്ന്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.